ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലോട്ട് ഹാർദവമായ സ്വാഗതം. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങൾ തമ്മനെയിൽ കണ്ടതുപോലെ തന്നെ 8 വർഷമായിട്ടും ഒരു കംപ്ലൈൻറ്റ് പോലും ഇല്ലാതെ ഇപ്പോഴും ഓടുന്ന ഒരു JCBയെ കുറിച്ചുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ നിങ്ങൾ പലരും ചിന്തിക്കും, JCB പുറത്തല്ലേ കിടക്കുന്നത്, നീ എന്തിനാ അകത്തിരിക്കുന്നതെന്ന്. അപ്പോൾ ഇത് നമുക്ക് വീട്ടിൻ്റെ അകത്തും ഓട്ടിക്കാൻ പറ്റുന്ന ഒരു തരം JCBയുടെ ഒരു വീഡിയോ ആണ്. അപ്പോൾ വേറെ ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ പുതിയതായിട്ട് തുടങ്ങിയത് കാരണം ചാനൽ സബ്സ്ക്രൈബർ കുറവാണ്. അപ്പോൾ നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ അതിൻ്റെ അഭിപ്രായം കൂടി ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ വേറെ ഒന്നും നീട്ടി പോകുന്നില്ല, നമുക്കപ്പോൾ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നിങ്ങളപ്പോൾ JCBയെ കാത്തിരിക്കുകയായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ JCBയെ കാണിച്ചു തരാം. JCB എടുത്തിട്ട് വരാം. ഗൈസ്, ഇതാണ് നമ്മുടെ JCB എന്ന് പറയുന്നത്. പുറമെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പുറത്ത് ജോലിക്കൊക്കെ കൊണ്ടുപോകുന്ന ഒരുതരം JCBയെ പോലെ തന്നെയാണ് ഇരിക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് വീട്ടിൻ്റെ അകത്ത് ഓട്ടിക്കാൻ പറ്റുന്ന ഒരുതരം റിമോട്ട് കൺട്രോളിൻ്റെ JCB ആണ്. അപ്പോൾ ഞാൻ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അതിന് നമുക്ക് ബാറ്ററിയാണ് ഇതിൽ വേണ്ടത്. ഇതിൽ നമുക്ക് വന്നിട്ടുള്ളത് ഒരു 3 ബാറ്ററി ഇടാൻ പറ്റുന്ന ഒരു റിമോട്ടാണ് വന്നിരിക്കുന്നത്. നമുക്ക് ബാറ്ററി ഇട്ട് നോക്കാം. ഗൈസ്, ഇതാണ് ബാറ്ററി എന്ന് പറയുന്നത്. എവരിഡേയിലെ 3 ബാറ്ററിയാണ് ഞാൻ ഇടുന്നത്. നമുക്കപ്പോൾ ബാറ്ററി ഇട്ട് നോക്കാം എങ്ങനെയാണെന്ന്. ഗൈസ്, അങ്ങനെ ഞാൻ ബാറ്ററി ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ കാണുന്നവർക്കും JCB ഉണ്ടെങ്കിൽ, ഇതേപോലത്തെ കുഞ്ഞ് JCB ഉണ്ടെങ്കിൽ ഒന്ന് കമൻ്റായിട്ട് ഇടുക. കാരണം ഞാൻ പറഞ്ഞു തരാം, എനിക്ക് JCB കിട്ടിയിട്ട് 8 വർഷമായി. ഇപ്പോൾ എനിക്ക് 21 വയസ്സായി. അപ്പോൾ നിങ്ങൾ ചിന്തിക്കണം, എത്രാമത്തെ വയസ്സിലാണ് എനിക്ക് JCB കിട്ടിയത്. അപ്പോൾ പലരും ഇതേപോലെ കിട്ടുന്ന കളിപ്പാട്ടങ്ങൾ എന്ത് ചെയ്യുക, നശിപ്പിക്കുക ചെയ്യുന്നത്. പക്ഷേ എനിക്ക് ഇത് മാത്രമല്ല, 2ാം ക്ലാസ്സിൽ പഠിച്ചപ്പോൾ കിട്ടിയ കളിപ്പാട്ടം വരെ ഉണ്ട്. അത് നിങ്ങൾക്ക് അടുത്ത് വരുന്ന വീഡിയോസ് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇത് എങ്ങനെയാണ് വർക്കിംഗ് എന്ന് നമുക്ക് കണ്ടിട്ട് വരാം. അപ്പോൾ ഗൈസ്, ഇതിൽ 3 ബാറ്ററിയാണ് ഇട്ടിരിക്കുന്നത്. നമുക്കപ്പോൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയാണ് കാര്യങ്ങൾ എന്നൊക്കെ നമുക്ക് നോക്കി നോക്കാം. അപ്പോൾ ഇതാണ് നമ്മുടെ JCB എന്ന് പറയുന്നത്. നമുക്ക് എങ്ങനെയാണെന്ന് നോക്കാം, ഓടുമോ ഇല്ലേന്ന്. ഗൈസ്, നല്ല രീതിയിൽ തന്നെ ഓടുന്നുണ്ട് ഗൈസ്. നല്ല രീതിയിൽ തന്നെ ഓടുന്ന ഒരു തരം JCB ആണ്. മണ്ണും പൊക്കുന്നുണ്ട്. നല്ല ഒരു തരം JCB ആണ് ഇരിക്കുന്നത്. ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. കാരണം ഒരു കംപ്ലൈൻറ്റേ ഉള്ളൂ, ഇതിൽ ജസ്റ്റ് ഇത് പൊക്കുന്ന അടുത്തുള്ള ഒരു ടൈറ്റ്നെസ് മാത്രമേ ഉള്ളൂ. പക്ഷേ കണ്ടോ, ഇത് നല്ല രീതിയിൽ തന്നെ വർക്കാവുന്ന ഒരു തരം JCB ആണ്. അത് ഞാൻ എത്രാം ക്ലാസ്സിലാണ്, ഒരു 8 വർഷം മുമ്പ് വാങ്ങിച്ച ഒരു JCB ആണ്. കാരണം ഇപ്പോഴും ഒരു കംപ്ലൈൻറ്റ് ഇല്ല. കാരണം ഞാൻ ഇതിപ്പം നോക്കിയപ്പോൾ, ബാറ്ററി കിട്ടി നോക്കിയപ്പോൾ ഒരു കംപ്ലൈൻറ്റും ഇല്ല. അപ്പോൾ നിങ്ങൾക്കും കൂടെ ഒന്ന് കാണിച്ചു തരാമെന്ന് പറഞ്ഞ് എടുക്കുന്ന ഒരു വീഡിയോ ആണ്. അപ്പോൾ ഇത് മാത്രമല്ല, കാറുണ്ട്, ബൈക്കുണ്ട്, അതുപോലെ തന്നെ പല വെറൈറ്റി ടോയ്സ് എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ടോയ് ഏതാണെന്ന് ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. ഇത് എനിക്ക് കൊച്ചിലെ കിട്ടിയതാണ്. പക്ഷേ ഇതുവരെ ഒരു കംപ്ലൈൻറ്റും ഇല്ല. ഞാൻ ഇതുവരെ എനിക്ക് കിട്ടുന്ന ഓരോ കളിപ്പാട്ടങ്ങളും ഞാൻ നശിപ്പിക്കാറില്ല, എല്ലാം സൂക്ഷിച്ചു വയ്ക്കും. അപ്പോൾ അങ്ങനെ വെച്ചിരിക്കുന്നതാണ്. അടുത്ത് നമ്മൾ വരുന്ന വീഡിയോസിൽ അതുപോലെ തന്നെ പുതിയ കളിപ്പാട്ടങ്ങൾ വാങ്ങിക്കുന്നതായിരിക്കും. അപ്പോൾ അതിൻ്റെ വീഡിയോസൊക്കെ വരുന്നതായിരിക്കും. എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമെന്ന് പറയുന്നത് ഇതേപോലെ ടോയ്സ് കളക്ട് ചെയ്യുക. അതുപോലെ തന്നെ അതിൻ്റെ നമുക്കറിയാലോ, ഒരു കുഞ്ഞു പിള്ളേരെ മനസ്സ് എങ്ങനെയാണോ അതേപോലെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞെങ്കിൽ ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഒന്ന് കമൻ്റായിട്ട് അറിയിക്കുക. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബർ കുറവാണ്, പറ്റുവാണെങ്കിൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ട് ചെയ്യുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ വരെ അവസാനിക്കുകയാണ്. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക.